കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ഹൈപ്പർബോളിക് ഫങ്ഷൻസ് നമ്മളുടെ സെമസ്റ്റർ 2-ലെ മൊഡ്യൂൾ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കോംപ്ലക്സ് നമ്പേഴ്സും ഹൈപ്പർബോളിക് ഫങ്ഷൻസ് ഈ ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ ടോപ്പിക്കുകളെ കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ റെയിലേയുടെ ടെക്സ്റ്റാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ ഈ ടെക്സ്റ്റിൽ നിന്ന് തന്നെ ഞാൻ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുകയാണ്. ആ ഗൈഡിൽ നിന്നുള്ള ഇൻട്രൊഡക്ഷനേക്കാളും ടെക്സ്റ്റിൽ നിന്നുള്ള ഇൻട്രൊഡക്ഷനാണ് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അത് മുഴുവനും എഴുതി വെക്കുന്നത് കുറച്ച് പ്രായോഗികത കുറവായതുകൊണ്ട് ഇതിൽ ആവുമ്പോഴെല്ലാ ഫിഗറും എല്ലാം അതേപോലെ തന്നെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ അത് ടെക്സ്റ്റിൽ നിന്ന് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് പറയുകയാണ്. This chapter is concerned with the representation and manipulation of complex numbers. Complex numbers pervade this book, underscoring their wide application in the mathematics of the physical sciences. The application of complex numbers to the description of physical systems is left until later chapters, and only the basic tools are presented here. Okay. അപ്പോൾ ഇതിനകത്തിൽ എങ്ങനെ കോംപ്ലക്സ് നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാം, പിന്നെ അതിനെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്സിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മാത്സിനകത്തിൽ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് അതൊക്കെ ഇതിനകത്തിൽ വരുന്നുണ്ട്. പിന്നെ അപ്പോൾ അത് തുടക്കത്തിൽ നമ്മൾ ബേസിക്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ബേസായിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ലെങ്കിലും കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് പഠിക്കാൻ സാധിക്കും. ദ നീഡ് ഫോർ കോംപ്ലക്സ് നമ്പേഴ്സ്, അതാണ് മെയിൻലി നമ്മുടെ ഈ ടെക്സ്റ്റിൻ്റെ ഞാൻ വീഡിയോ ഇടാനുള്ള കാരണം, അത് അറിയാമെന്നുള്ളതാണ്. ഓൾദോ കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കർ ഇൻ മെനി ബ്രാഞ്ചസ് ഓഫ് മാത്തമാറ്റിക്സ്, ദേ അറൈസ് മോസ്റ്റ് ഡയറക്ട്ലി ഔട്ട് ഓഫ് സോൾവിങ് പോളിനോമിയൽ ഇക്വേഷൻസ്. അപ്പോൾ ഇത് കോംപ്ലക്സ് നമ്പേഴ്സ് എറേസ് ചെയ്യുന്നത് തന്നെ പോളിനോമിയൽസ് സോൾവ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ഡിഫിക്കൽട്ടി അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ വരുന്നത്. വി എക്സാമിൻ എ സ്പെസിഫിക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആസ് എൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, അതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നോക്കുക, z² - 4z + 5 = 0. അപ്പോൾ ഇവിടെ എന്തിനാണ് z എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചതെന്ന് നമ്മൾ പിന്നീട് പറയും. ഇക്വേഷൻ 3.1 ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അതിൻ്റെ 2 സൊല്യൂഷൻസാണ് മാക്സിമം ഉണ്ടാകാവുന്നത്. ഞാനത് പറയുന്നത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര അനുസരിച്ചിട്ടാണ്. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര പറയുന്നത് ഒരു n ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയലിന് n റൂട്ട്സ് ഉണ്ടായിരിക്കും എന്നാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻസ് ഈക്വൽ ആവാം, അൺഈക്വൽ ആവാം, അത് രണ്ടാമത്തെ കാര്യം. എണ്ണമാണ് പറഞ്ഞത്. n ഡിഗ്രി ഉള്ള പോളിനോമിയലിന് n സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് 2 സൊല്യൂഷൻസ് ഉണ്ടായിരിക്കുക. 2 സൊല്യൂഷൻസിനെ z1 എന്നും z2 എന്നും വിളിക്കുന്നു. സച്ച് ദാറ്റ് അതിനെ നമുക്ക് ഇങ്ങനെ, ഇപ്പോൾ z1 z2 അതിൻ്റെ സൊല്യൂഷൻസ് ആണെങ്കിൽ z - z1 × z - z2 = 0 നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, അതിൽ നിന്ന് അതായത് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതിയിട്ട് കണ്ടുപിടിക്കുന്ന രീതി നിങ്ങൾക്കറിയായിരിക്കും. യൂസിങ് ദ ഫെമിലിയർ ഫോർമുല ഫോർ ദ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 1.4, ദ സൊല്യൂഷൻസ് z1 ആൻഡ് z2 റിട്ടൺ ഇൻ ബ്രീഫ് z1 to r. അപ്പോൾ നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല ഉണ്ടല്ലോ, അത് വെച്ചിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ 2 സൊല്യൂഷനൂടെ ഒറ്റയടിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി z12 എന്ന് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. രണ്ടും കൂടെ ചേർത്തിട്ടാണ്. z12 = 4 ± √(-4²), അതായത് -b ± √(b² - 4ac) / 2a. ആ ഫോർമുല നമ്മൾ നോക്കിയിട്ട് കണ്ടുപിടിക്കുന്നു. അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. 2 ± √(-4) എന്ന് നമുക്ക് ആൻസർ കിട്ടും. പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് നെഗറ്റീവ് റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻ ഇല്ല എന്നാണ് പണ്ട് സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, അതൊരു സൊല്യൂഷൻ ഉണ്ട്, അത് സൊല്യൂഷൻ ഇല്ലാതാകുന്നതല്ല എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ബോത്ത് സൊല്യൂഷൻസ് കണ്ടെയ്ൻ ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ. അപ്പോൾ സൊല്യൂഷൻസ് ഏതൊക്കെയാണ് കിട്ടിയത്? ഒന്ന് 2 + √(-4/2), മറ്റൊന്ന് 2 - √(-4/2) ആണ്. However, it is not true to say that there are no solutions to the quadratic equation. The fundamental theorem of algebra states that a quadratic equation will always have 2 solutions, and these are in fact given by 3.3. The second term on the RHS of 3.3 is called an imaginary term since it contains a square root of a negative number. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്, അതിൻ്റെ സൊല്യൂഷൻ ഉറപ്പായിട്ടും ഉണ്ട് ബൈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര. അതാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് √(-4) / 2 ആണ്. അതിന്
അതിനെ നമ്മൾ ഇമാജിനറി പാർട്ടെന്ന് പറയും. ഇമാജിനറി ഈസ് കോൾഡ് ആൻ ഇമാജിനറി ടേം. ഇമാജിനറി ടേം എന്ന് വിളിക്കുക. കാരണം അതിനകത്തൊരു സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ, അതിനെയാണ് നമ്മൾ ഇമാജിനറി നമ്പർ എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ടേം അതേതാണ് 2, അതിനെ റിയൽ ടേം എന്നും പറയും. ദ ഫുൾ സൊല്യൂഷൻ, ഒരു റിയൽ ടേമേ പ്ലസ് ഒരു ഇമാജിനറി ടേം, അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് ഒരു റിയൽ ടേമും ഒരു ഇമാജിനറി ടേമും കൂടെ ചേരുന്നതാണ്. എ പ്ലോട്ട് ഓഫ് ദി ഫംഗ്ഷൻ f of z equal to z² minus 4z plus 5 is shown in figure 3.1. നമ്മൾ 3.1-നകത്ത് കണ്ട ആ ഒരു ഫംഗ്ഷൻ, അതായത് ഫംഗ്ഷൻ ഏതാണ് z² minus 4z plus 5, അത് നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോഴുള്ള ഫിഗറാണ് 3.1-നകത്തിലുള്ളത്. ഇപ്പം ഇതിനകത്ത് നോക്കിയ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ഈ കർവ് എക്സ് ആക്സിസിൽ എവിടെയും ടച്ച് ചെയ്യുന്നില്ല. ഇനി മറ്റൊരു കാര്യം നമുക്കറിയുന്നത്, ഒരു ഫംഗ്ഷൻ നമുക്കുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ x² മൈനസ് 2 ഈക്വൽ ടു 0. ഓക്കെ, x² മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ f of x ഈക്വൽ ടു x² മൈനസ് 2 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ അതിനകത്ത് നമുക്ക് x ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഈ f of x ഈക്വൽ ടു x² മൈനസ് 2 നിങ്ങൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ഫംഗ്ഷൻ √2-ലൂടെയും മൈനസ് √2-ലൂടെയും കടന്നു പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് ആ √2 മൈനസ് √2 എവിടെയാണ്, എക്സ് ആക്സിസിലെ ഈ √2-യും മൈനസ് √2-നെയും കട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ പോവും. ഓക്കെ, അങ്ങനെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ നമ്മുടെ ഈ ഗ്രാഫ് എവിടെയും എക്സ് ആക്സിസിൽ എവിടെയും അത് കട്ട് ചെയ്ത് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിന് ഒരു റിയൽ സൊല്യൂഷൻ ഇല്ല, ഒരു റിയൽ നമ്പർ ഇതിൻ്റെ സൊല്യൂഷൻ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇമാജിനറി ആണ്. അത് ആ പ്ലെയിനിൽ എവിടെയെങ്കിലും ആയിരിക്കും അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവുക. മനസ്സിലായോ? എ പ്ലോട്ട് ഓഫ് ദി ഫംഗ്ഷൻ f of z equal to z² minus 4z plus അതിപ്പോൾ കഴിഞ്ഞു. It will be seen that the plot does not intersect the z axis, corresponding to the fact that the equation f of z equal to 0 has no purely real solutions. അപ്പോൾ ഇസഡും എഫ് ഓഫ് ഇസഡ് എന്നും പറഞ്ഞാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. സാധാരണ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ആണല്ലോ നമുക്ക് വരുന്നത്, എക്സ് വൈ. അപ്പോൾ അത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇസഡ് ആക്സിസ് വന്നിരിക്കുന്നതേ ഉള്ളൂ. ദ ചോയ്സ് ഓഫ് ദി സിമ്പിൾ ഇസഡ് ഫോർ ദി ക്വാഡ്രാറ്റിക് വേരിയബിൾ വാസ് നോട്ട് ആർബിട്രറി. അപ്പം ഇസഡ് എന്ന് പറയുന്നത് എന്തിനാണ് നമ്മളിവിടെ ഉപയോഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൺവെൻഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ എപ്പോഴും നമ്മൾ ഇസഡ് വെച്ച് ആണല്ലോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റിയൽ പാർട്ടായിട്ട് എക്സും ഇമാജിനറി പാർട്ടായിട്ട് വൈയും ആണ് നമ്മളെപ്പോഴും ഉപയോഗിക്കാറ്. ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ നമ്മൾ അതിനെ വിളിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇസഡ് ഉപയോഗിച്ച് നേരത്തെ ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളതിൻ്റെ അവിടെ ഇസഡ് യൂസ് ചെയ്തത്. അപ്പോൾ ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നതാണ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ റെപ്രസെൻറ്റേഷൻ. എക്സ് റിയൽ പാർട്ട്, വൈ എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട്, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് -1. ദ റിയൽ പാർട്ട് എക്സ് ആൻഡ് ദ ഇമാജിനറി പാർട്ട് വൈ ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ റിയൽ പാർട്ട് റിയൽ ഇസഡ് എന്ന്, ഇമാജിനറി പാർട്ട് ഐ എം ഇസഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. റെപ്രസെൻറ്റേഷൻ കണ്ടല്ലോ, ആർ ഇ ഇസഡും ഐ എം ഇസഡും. We note at this point that some physical scientists, engineers in particular, use J instead of I. അപ്പോൾ ചില സയൻറ്റിസ്റ്റുകളൊക്കെ ഈ ജെ ഉപയോഗിക്കാറുണ്ട് ഈ റൂട്ട് ഓഫ് -1-ന്. അപ്പം നമ്മളൊരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഐ തന്നെ ഉപയോഗിക്കുക, ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി. However, for consistency we will use I throughout this book. In a particular example, നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിനകത്ത് റൂട്ട് ഓഫ് -4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 4ൻ്റെ റൂട്ട് അങ്ങ് പുറത്തെടുക്കുന്നു, 2 റൂട്ട് ഓഫ് -1 എന്ന് എഴുതാം, അപ്പോൾ 2i എന്ന് എഴുതാം. അപ്പോൾ അത് 3.1-നകത്ത് നമ്മൾ കണ്ടുപിടിച്ച സൊല്യൂഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ± 2i/2 എന്ന് കിട്ടും, ഈക്വൽ ടു 2 ± i എന്ന് എഴുതാം. ദസ് ഹിയർ x is equal to 2 ആണ്, y is equal to ±1 ആണ്. ഫോർ കോമ്പാക്ട്നെസ് എ കോംപ്ലക്സ് നമ്പർ is sometimes written in the form z equal to (xy). അപ്പോൾ ഈ x + iy എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് (xy) എന്ന് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. Where the components of z may be thought of as coordinates in an xy plot. ഇപ്പോൾ സാധാരണ ഒരു xy ആക്സിസ് വരച്ചിട്ട് നമ്മളതിൽ
ഒരു ഓർഡേഡ് പെയർ ഓഫ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ കോംപ്ലക്സ് നമ്പറിനെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡയഗ്രത്തിനെയാണ് ആർഗൻഡ് ഡയഗ്രം എന്ന് വിളിക്കും. ആർഗൻ ഡയഗ്രം കണ്ടോ, ഫിഗർ 3.2 കണ്ടില്ലേ? അപ്പോൾ അവിടെ റിയൽ ഇസഡ് എക്സ് ആക്സിസ്, ഇമാജിനറി ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസിലും വരും. എക്സും വൈയും നോക്കി സാധാരണ അടയാളപ്പെടുത്തുന്ന അതേ രീതിയിൽ നമ്മൾ നോക്കുന്നു. അത് രണ്ടും കൂടെ ചേരുന്ന ആ പോയിൻ്റ് ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഡയഗ്രമാണ് ആർഗൻഡ് ഡയഗ്രം. ആ പ്ലെയിനാണ് ആർഗൻഡ് പ്ലെയിൻ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ. Our particular example of a quadratic equation may be generalized readily to polynomials whose highest power അല്ലെങ്കിൽ degree is greater than 2. Cubic equations, quadratic equations and so on. For general polynomials f of 0 degree n, the fundamental theorem of algebra says that the equation f of 0 will have exactly n solutions. We will examine cases of higher degree equations in subsection 3.4.3. The remainder of this chapter deals with the algebra and manipulation of complex numbers, their polar representation, which has advantages in many circumstances. Complex exponentials and logarithms. The use of complex numbers in finding the roots of polynomial equations and hyperbolic functions. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സെക്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ആ ഒരു രണ്ടാമത്തെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. മാനിപ്പുലേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ, എങ്ങനെയൊക്കെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ്, എന്തൊക്കെ ചെയ്യാം നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് വെച്ചിട്ട്. അപ്പോൾ ചാപ്റ്റർ 7 അതുണ്ട്, അതിൻ്റെ ഒരു വെക്റ്റർ ഫോം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബട്ട് ദിസ് സെക്ഷൻ സ്റ്റാൻഡ്സ്, ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമ്മൾ ഈ സെക്ഷൻ കാണുന്നത്. അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഇപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. The addition of two complex numbers z1 and z2 in general gives another complex number. ഇപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ മറ്റൊരു കോംപ്ലക്സ് നമ്പർ കിട്ടുന്നു. അപ്പോൾ എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ കമ്പോണൻസ് എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യുന്നു. ഇമാജിനറി, അതായത് റിയൽ പാർട്ട് ഒരുമിച്ച് ആഡ് ചെയ്ത് വെക്കുന്നു, ഇമാജിനറി പാർട്ടുകളും സെപ്പറേറ്റ് ആഡ് ചെയ്ത് വെക്കുന്നു. അറിയാമായിരിക്കുമല്ലോ z1 പ്ലസ് z2 കണ്ടുപിടിക്കുന്നത് എങ്ങനെ. z1 x1 പ്ലസ് i y വേണം, z2 എന്ന് പറയുന്നത് x2 പ്ലസ് i y 2 ആണെങ്കിൽ നമ്മുടെ z1 പ്ലസ് z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, x1 പ്ലസ് x2 പ്ലസ് i ഇൻറ്റു y1 പ്ലസ് y2 ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ താഴെ കണ്ടില്ലേ ആ ഒരു ഫിഗറിനകത്തിൽ അതിൻ്റെ ജോമെട്രിയാണ് കാണിച്ചിരിക്കുന്നത്. z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെയാണ് നമ്മൾ ഒരു ആർഗൻ പ്ലെയിനിൽ മാർക്ക് ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞു. ആ രീതിയിൽ z1 മാർക്ക് ചെയ്യുന്നു. ഓടയുടെ പേര് x1 y1 നോക്കിയിട്ട് z1 മാർക്ക് ചെയ്തു. ഓടയുടെ പേര് x2 വെയിറ്റ് വെച്ചിട്ട് z2 മാർക്ക് ചെയ്തു. ഇതിനെ ഒറിജിനുമായിട്ട് യോജിപ്പിക്കുന്നു. യോജിപ്പിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ആ രണ്ട് ലൈൻസ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഒരു പാരലലോഗ്രാമിൻ്റെ സൈഡ്സായിട്ട് കണ്ടിട്ട് ബാക്കി രണ്ട് സൈഡൂടെ അങ്ങ് കംപ്ലീറ്റ് ചെയ്തൊരു പാരലലോഗ്രാം വരയ്ക്കാം. വരച്ചിട്ട് നമുക്ക് ഒറിജിനിൽ നിന്നും അതിൻ്റെ മറ്റേ ഓപ്പോസിറ്റ് വരുന്ന കോർണറിലേക്കൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈൻ ചെന്ന് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് എവിടെ ഉള്ളത്, ആ പാരലലോഗ്രാമിലുള്ള അതിൻ്റെ ആ മറ്റേ കോർണറിലായിരിക്കും z1 പ്ലസ് z2 ഉണ്ടാവുക. അങ്ങനെ നമുക്ക് പാരലലോഗ്രാം ലോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കണ്ടുപിടിക്കാവുന്നതാണ്. അഡിഷൻ ആഡ് ചെയ്ത് കഴിയുമ്പോഴുള്ള സം എന്തായിരിക്കും നമുക്ക് കിട്ടും. ഓർ കമ്പോണൻ്റ് നൊട്ടേഷനായിട്ട് നമുക്ക് z1 പ്ലസ് z2 എങ്ങനെ ആഡ് ചെയ്യും, ഇങ്ങനെ കമ്പോണൻ്റ് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടയുടെ പേരിൽ എഴുതുന്നതാണല്ലോ. ഓടയുടെ പേര് x1 y1 പ്ലസ് ഓടയുടെ പേര് x2 y2 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ആഡ് ചെയ്ത് ഓടയുടെ പേരിനകത്ത് x1 പ്ലസ് x2 y1 പ്ലസ് y2. The argand representation of the addition of two complex numbers is shown in figure 3.3. By straightforward application of the commutativity and associativity of the real and imaginary parts separately, we can show that the addition of complex numbers is itself commutative and associative. z1 plus z2 is equal to z2 plus z1. z1 plus z2 plus z3 is equal to z1 plus z2 plus z3. ഓക്കെ. ഈ രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ അഡിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ട് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ആദ്യത്തത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. z1 പ്ലസ് z2
ഈക്വൽ ടു Z2 പ്ലസ് Z1. അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. രണ്ടാമത് എഴുതിയിരിക്കുന്ന അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും കോംപ്ലക്സ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാം എന്നാണ് ഈ രണ്ട് പ്രോപ്പർട്ടീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. സം ദി കോംപ്ലക്സ് നമ്പേഴ്സ് 1 + 2 മൂന്നെണ്ണം ഉണ്ട്. 1 + 2i, 3 - 4i, -2 + i. സമ്മിങ് ദ റിയൽ ടൈംസ് വി ഒബ്റ്റെയിൻ. റിയൽ ടൈംസ് എല്ലാം കൂടെ ഒരുമിച്ച് സം ചെയ്താൽ 2 കിട്ടും. ഇമാജിനറി ടൈംസ് എല്ലാം കൂടെ സം ചെയ്താൽ -i കിട്ടും. ഇപ്പോൾ രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ മതിയല്ലോ. 2 - i ആണ് ആൻസർ. ദ സബ്ട്രാക്ഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് വെരി സിമിലർ ടു ദെയർ അഡിഷൻ. As in the case of real numbers, if two identical complex numbers are subtracted, then the result is 0. സബ്ട്രാക്ഷൻ ഇതേ രീതിയിൽ തന്നെ, അതായത് റിയൽ പാർട്ടുകളുടെ എല്ലാം ചെയ്യുന്നു, പിന്നെ മൈനസ് ഇമാജിനറി പാർട്ടിൻ്റെ എല്ലാം കൂടെ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മോഡുലസ് ആൻഡ് ആർഗ്യുമെൻ്റ് ആണ്. അപ്പം ഒരു കോംപ്ലക്സ് നമ്പർ Z എന്ന് പറയുന്നൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആർഗൻ്റ് പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് ആ ഡോട്ട് വെച്ചിട്ട് കാണിച്ചിരിക്കുന്നത് കണ്ടോ, നമ്മുടെ ഇവിടെ ആ ഡോട്ട് വെച്ചിട്ട് കണ്ടില്ലേ. അപ്പോൾ അവിടെ നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഉണ്ട്. കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ഒറിജിനിൽ നിന്നും ആ പോയിൻ്റ് വരെ ഒരു ലൈൻ യോജിപ്പിക്കുന്നു. അപ്പോൾ ആ ലൈനിൻ്റെ ലെങ്താണ് ശരിക്കും ഈ മോഡുലസ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. അത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ് ആക്സിസിൽ നോക്കിക്കുക, ഡിസ്റ്റൻസ് ഈ ട്രയാങ്കിൾ കണ്ടില്ലേ, ട്രയാങ്കിൾ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം. വേണ്ട, ഇതിനുള്ളിലുള്ള ആ ട്രയാങ്കിളിനകത്ത് ട്രയാങ്കിളിൻ്റെ ബേസിൻ്റെ ലെങ്ത് ശരിക്കും പറഞ്ഞാൽ റിയൽ ആക്സിസിലെ ആ എക്സിൻ്റെ ആ ഒരു എക്സ് കോർഡിനേറ്റ് എത്രയാണോ അതാണ് ശരിക്കും ലെങ്ത് എന്ന് പറയുന്നത്. അത് തന്നെയാണ് വൈ കോർഡിനേറ്റ്. ആ വൈ ആക്സിസിലെ വൈ കോർഡിനേറ്റ് ഈ ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഏതാണോ അത് തന്നെയാണ് ആ വൈ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ബേസും ഹൈറ്റും എക്സും വൈയും ആണ്. അപ്പോൾ അതിൻ്റെ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? √(x² + y² എന്ന് കിട്ടും. അതാണ് ശരിക്കും ഈ മോഡുലസ് എന്ന് പറയുന്നത്. മോഡുലസിനെ മോഡിസഡ് എന്ന് ഡിനോട്ട് ചെയ്യും. മോഡിസഡ് ഈക്വൽ ടു √(x² + y² ആണ്. ഓക്കെ. ഇനി ആർഗ്യുമെൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോംപ്ലക്സ് നമ്പർ കണ്ടില്ലേ, നമ്മൾ ആ ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ മോഡുലസിൻ്റെ ആ ലൈൻ, അത് ഈ എക്സ് ആക്സിസുമായിട്ട് റിയൽ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാമായിരിക്കും. നമ്മളിതിനകത്ത് നിന്നേ ഇപ്പോൾ തീറ്റയാണെങ്കിൽ ടാൻ തീറ്റ നമ്മളിതിനകത്ത് നിന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? ടാൻ തീറ്റ കണ്ടുപിടിച്ചാൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. അപ്പോൾ y/x എന്ന് കിട്ടും. അതിനകത്ത് നിന്ന് തീറ്റ എങ്ങനെ കിട്ടും? ടാൻ ഇൻവേഴ്സ് y/x എന്ന് കിട്ടും. ശരിക്കും ഈ തീറ്റയാണ് നമ്മുടെ ആർഗ്യുസഡ്. അതായത് ആർഗ്യുസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് y/x ആണ്. It can be seen that arcset is the angle that the line joining the origin to Z on the argand diagram makes with the positive x-axis. The anti-clockwise direction is taken to be positive by convention. അപ്പോൾ ഇതിനകത്തുള്ള ഈ ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാണ് നമ്മളെപ്പോഴും ഈ ആംഗിൾസിനെ അതിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഏത് ഡയറക്ഷനിലും മെഷർ ചെയ്യുക, പോസിറ്റീവ് ഡയറക്ഷൻ എപ്പോഴും ആൻറ്റി ക്ലോക്ക്വൈസ് ആയിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ രീതിയിലാണ് മെഷർ ചെയ്യുമ്പോഴാണ് അതെന്താവുന്നത്, നമ്മൾ പോസിറ്റീവായിട്ട് അതിനെ ആ ഒരു മെഷർ ചെയ്യുന്നത് ആ ഒരു ഡയറക്ഷനാണ്. ഓക്കെ. The angle arcset is shown in figure 3.4. Account must be taken of the signs of x and y individually in determining in which quadrant arcset lies. അപ്പോൾ നമ്മൾ ഈ ആർഗ്യുമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഇപ്പം ഈ ടാൻ ഇൻവേഴ്സ് ഓഫ് y/x, ഓക്കെ, അപ്പോൾ ഈ എക്സും വൈയും പോസിറ്റീവ് ആണെങ്കിലും എക്സും വൈയും ഒരേ സമയം നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഒരേപോലെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? y/x ചെയ്യുമ്പോഴേ എക്സും വൈയും പോസിറ്റീവ് ആണെങ്കിൽ അത് y/x തന്നെ, എക്സും വൈയും നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവ് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്കൊരു പോസിറ്റീവ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇത് ഏത് ക്വാഡ്രൻറ്റിൽ വരും എന്നും കൂടെ നോക്കിയിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ബോത്ത് നെഗറ്റീവ് ദെൻ ആർഗ്യുസ്. അപ്പോൾ എക്സും വൈയും നെഗറ്റീവ് ആണെങ്കിൽ, രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ കോംപ്ലക്സ് നമ്പർ എവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ തേർഡ് ക്വാഡ്രൻറ്റ്. ഈ ക്വാഡ്രൻറ്റിലാണ് നമ്മുടെ എക്സും വൈയും, അവിടെ അല്ലേ നെഗറ്റീവ് വരുന്നത്.
നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ള ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -πയ്ക്കും -π/8നും ഇടയിൽ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് മെഷർ ചെയ്യും. താഴോട്ട് മെഷർ ചെയ്യുമ്പോൾ അതെന്താ നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേനും ഈ ആക്സിസ് എന്ന് പറഞ്ഞാൽ -π ആണ്. -π നമ്മുടെ ഈ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്, -π/2 ആണ്. താഴോട്ട് മെഷർ ചെയ്യുന്നുണ്ട്. ഇതിന് രണ്ടിനും ഇടയിലാണ് നമ്മുടെ ആർഗ്സഡ് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പം ആർഗ്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -πനും -π/8നും ഇടയിലാണ്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രൻ്റ്. ഇനി എക്സും വൈയും പോസിറ്റീവ് ആണെങ്കിൽ അത് നിൽക്കുന്നത് എവിടെയാണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റില്ല. അവിടെ അല്ലേ എക്സും വൈയും പോസിറ്റീവ് ആവുന്ന, എക്സ് ആക്സിസും വൈ ആക്സിൻ്റെയും പോസിറ്റീവ് വരുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ആർഗ്സഡ് 0നും π/8നും ഇടയിലായിരിക്കും. അപ്പോൾ അത് ഏത് ക്വാഡ്രൻറ്റിൽ വരുന്നു എന്നുകൂടെ നോക്കിയിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫൈൻഡ് ദ മോഡുലസ് ആൻഡ് ദ ആർഗ്യുമെൻറ്റ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ ഇസ് ഈക്വൽ ടു 2 - 3e. ഓക്കെ, ദ മോഡുലസ് ഈസ് ഗിവൺ ബൈ, മോഡുലസും ആർഗ്യുമെൻറ്റും കണ്ടുപിടിക്കണം. മോഡ് ഇസഡ് ഈസ് ഈക്വൽ ടു √2² പ്ലസ് -3 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഈക്വൽ ടു √13. അപ്പോൾ മോഡ് ഇസഡ് നമ്മൾ കണ്ടുപിടിക്കുമ്പം √2² പ്ലസ് -3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു √13 എന്ന് നമുക്ക് കിട്ടും. ഇനി ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ആർഗ്സഡ് ഇസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് -3/2 ആണ്. ഓക്കെ, ദ 2 ആംഗിൾസ് ഹൂസ് ടാൻജൻസ്. അപ്പം ഈ tan ഇൻവേഴ്സ് -3/2ൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് രണ്ടെണ്ണം കിട്ടും. ഒന്ന് -1.5ഉം വേറൊന്ന് -0.9828 റേഡിയനുമാണ്. ആൻഡ് ദ 2 ആംഗിൾസ് ഹൂസ് ടാൻജൻസ് ഈക്വൽ -3/2 എന്ന് പറഞ്ഞാൽ -1.5 ആണല്ലോ. അപ്പോൾ -1.5 തരുന്ന രണ്ടെണ്ണം -0.9828 റേഡിയനും വേറൊന്ന് 2.1588 റേഡിയനുമാണ്. ഇനി x ഈക്വൽ ടു 2ഉം y ഈക്വൽ ടു -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെവിടെയാണ് നിൽക്കുന്നത്? ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് എക്സ് പോസിറ്റീവും y എന്ന് പറയുന്നത് നെഗറ്റീവും ആവുന്നത്. ദെയർഫോർ ആർഗ്സഡ് ഈക്വൽ ടു -0.9828 ഈസ് ദി അപ്രോപ്രിയേറ്റ് ആൻസർ. കാരണം ഈ -0.9828 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0യ്ക്കും പിന്നെ -π/2നും ഇടയിൽ വരുന്ന വാല്യൂ ആണ്. അതേപോലെ തന്നെ ഈ മറ്റൊരു ആൻസർ പോസിബിലിറ്റി 2.1.88 എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അത് എവിടെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.14/1 അപ്പോൾ ഒരു സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് ഒന്ന് വരുന്നത് 2.1588 എന്ന് പറഞ്ഞാൽ. പക്ഷേ നമുക്ക് ഈ ഇവിടെ സെക്കൻഡ് ക്വാഡ്രൻറ്റിലല്ല നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഉള്ളത്. കാരണം 2ഉം -3യും കൂടെ വന്നു കഴിഞ്ഞാൽ x 2ഉം y -3യും കൂടെ വന്നു കഴിഞ്ഞാൽ അത് ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് -0.9828 ആണ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.